വള്ളവും തുഴയും ആയുധമാകുന്ന ജലയുദ്ധത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. തുഴയെറിയാൻ പ്രായഭേദമോ ലിംഗഭേദമോ നെഹ്റു ട്രോഫിയിൽ പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നില്ല. അന്യ സംസ്ഥാനത്തു നിന്ന് പോലും തുഴച്ചിൽക്കാർ ഇവിടേക്കെത്തി. കുട്ടനാടിന്റെ സ്വകാര്യ അഹങ്കാരമായ ചുണ്ടനുകൾ കയറി തുഴയെറിഞ്ഞു. കുട്ടനാട്ടുകാർ മാത്രമായിരുന്നു പണ്ടുകാലത്ത് നെഹ്റു ട്രോഫിയിൽ മത്സരിച്ചിരുന്നത്. എന്നാൽ ഈ സ്ഥിതിക്ക് മാറ്റം വന്നു. കൊല്ലം ജീസസ് സ്പോർട്സ് ക്ലബിലൂടെ കൊല്ലത്തുകാരും പിന്നീട് കാസർഗോട്ടുകാരുമെല്ലാം തുഴയാനെത്തി. രണ്ടു വർഷം മുമ്പാണ് കുട്ടനാട്ടുകാരുടെ മാത്രം കളിയായിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ദേശാന്തരങ്ങൾ കടന്നുപോയത്. കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ മത്സരിച്ചത് മണിപ്പൂരിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള പ്രൊഫഷണൽ തുഴച്ചിൽക്കാരായിരുന്നു. ഇക്കുറി സ്ഥിതി വീണ്ടും മാറി. അങ്ങ് വടക്ക് ജമ്മു കാശ്മീരിൽ നിന്നുള്ള തുഴച്ചിൽ താരങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. അതും ജലരാജാവെന്ന് വിളിപ്പേരുള്ള കാരിച്ചാൽ ചുണ്ടനിലാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള 25 തുഴക്കാർ മത്സരിക്കുന്നത്. കുമരകം ടൗൺ ബോട്ട് ക്ലബ് തുഴയുന്ന കാരിച്ചാലിന് ജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കശ്മീരിലെ ദാൽ തടാകത്തിലെ കൊടും തണുപ്പിൽ തുഴഞ്ഞ് പരിചയമുള്ളവരെ തന്നെ അംഗത്തിന് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നെഹ്റു ലോകത്തിന് സമ്മാനിച്ച വെള്ളിക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനെത്തിയ കാശ്മീരി തുഴച്ചിൽക്കാരുടെ ആവേശത്തിനും ഒട്ടും കുറവില്ല. തീർന്നില്ല നെഹ്റു ട്രോഫി തുഴച്ചിലിലെ മറുനാടൻ പാരമ്പര്യം. അമേരിക്കയിൽ നിന്നുള്ള വനിതകൾ തെക്കനോടി വള്ളത്തിൽ സെറ്റ് സാരിയൊക്കെ അണിഞ്ഞ് പുന്നമടയിൽ മുൻകാലങ്ങളിൽ മത്സരിക്കാൻ എത്താറുണ്ടായിരുന്നു. കുട്ടനാടിന്റെ വീരാംഗനമാർ നേതൃത്വം നൽകുന്ന തെക്കനോടി വള്ളങ്ങളും ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നു. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.